മുകുന്ദ ജനാർദ്ദന കൃഷ്ണഗോവിന്ദ നാരായണ ബ്രഹ്മനാഥവി കാണ്ഡവ ദാഹനമാണ് ഇവിടെ ആഘോഷിക്കുന്ന ധനുമാസത്തിലെ മറ്റൊരു ആഘോഷം. ഈ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിനു മുമ്പിൽ ഉണങ്ങിയ ചെടികളും ഇലകളും ചില്ലകളും ഉപയോഗിച്ച് ഒരു കാടിൻ്റെ പകർപ്പ് സൃഷ്ടിക്കുന്നു. മഹാഭാരതത്തിലെ കാണ്ഡവ വന കാട്ടുതീയുടെ പ്രതീകമാണ് ഈ അഗ്നിജ്വാല കത്തിക്കുന്നത്. ആറന്മുളയിലും സമീപത്തെ നെടുപ്രയാറിലുമുള്ള ഒരു ബ്രാഹ്മണ ഗ്രഹനാഥൻ തിരുവോണനാളിൽ വ്രതമനുഷ്ഠിക്കുന്ന ആചാരം പിന്തുടരുന്നു. ഈ പാരമ്പര്യം 2 നൂറ്റാണ്ടിലേറെ ഇവിടെ നടത്തപ്പെടുന്നു. ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ എല്ലാ ദിവസവും ഒരു തീർത്ഥാടകന് ഭക്ഷണം നൽകാമെന്ന് പ്രതിജ്ഞയെടുത്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ സന്തുഷ്ടനായ അധിപനായ ദേവൻ അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അന്നു മുതൽ ബ്രാഹ്മണൻ അത്യധികം സന്തോഷിച്ചു. അദ്ദേഹം എല്ലാ വർഷവും ഒരു വിരുന്ന് നടത്തുന്നതിന് ഭക്ഷണം നൽകുന്നതിന് ഒരു ആചാരമായി മാറ്റി. അത് ആധുനിക കാലത്തും ഇപ്പോഴും എന്നും നടന്നു വരുന്നു. വള്ളം ഏഴ് 9 നൂറ്റാണ്ടിലെ വൈഷ്ണവ സന്യാസിയായിരുന്ന നമ്മാൾ അഗർവാളിൻ്റെ 4000 ദിവ്യപ്രബന്ധത്തിൽ ഈ ക്ഷേത്രം ആദരിക്കപ്പെടുന്നു. പുസ്തകത്തിൽ പരാമർശിക്കുന്ന 108 വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നായ ദിവ്യദേശം എന്നാണ് ഈ ക്ഷേത്രത്തെ തരംതിരിച്ചിരിക്കുന്നത്. 2843 53 എണ്ണമുള്ള 11 പാസുരങ്ങളുള്ള ഈ ക്ഷേത്രത്തിലെ പെരുമാളിനെ പെരുമാളിനെ സ്തുതിച്ച് തിരുമൈ അഗൾവാൾ പാടിയിട്ടുണ്ട്. തുലാഭാരം ദ്രവ്യം തൂക്കി ക്ഷേത്രത്തിന് ദാനം ചെയ്യുന്ന രീതിയാണ് ഇവിടെ നടക്കുന്നത്. ക്ഷേത്രത്തിലെ വണ്ണി മരത്തിന് ഔഷധ മൂലമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. തുലാഭാരത്തിൽ വഞ്ചിമരത്തിൻ്റെ കായ്കൾ തുലാഭാരം നടത്തി ഭക്തജനങ്ങളുടെ രോഗശമനത്തിനും ഉപയോഗിക്കുന്നു. മധു കൈദിഭ എന്നീ 2 അസുരന്മാരിൽ നിന്ന് വേദങ്ങൾ വീണ്ടെടുക്കാൻ ബ്രഹ്മാവ് വിഷ്ണുവിനെ ആരാധിച്ച സ്ഥലമാണിതെന്നും പാർത്ഥസാരഥി ചിത്രം അർജുനൻ തന്നെ സ്ഥാപിച്ചാണെന്നും വിശ്വസിക്കപ്പെടുന്നു.